ഹായ് ഫ്രണ്ട്സ്, ഈ ഓഗസ്റ്റ് മാസം സെറ്റ് എക്സാമിനേഷൻ വരികയാണ്. ഈ സെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി മേഖലയിൽ ടീച്ചറാവാൻ സാധിക്കുകയുള്ളൂ. ഇത് പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യുന്ന പരീക്ഷയാണ്. അതിൻ്റെ ജനറൽ പേപ്പറിലെ ചില പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 120 മാർക്കിന് ചോദ്യങ്ങളാണ്. അതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ചോദ്യമാണ്. ദ ഫിലോസഫി വിച്ച് ഡിസ്ക്രൈബ്സ് the metaphysical view that associates reality of ideas and in the mind rather than the material objects. അതേതാണ്? What is your answer? The philosophy which describes the metaphysical view that associates reality of ideas in the mind rather than the material objects. What is that? What is the answer? That is metaphysical view ആണ്. Reality of ideas rather than material objects ആണ്. The answer നിങ്ങൾക്കറിയാം ഏതാണ്? ഐഡിയലിസമാണ്. ഐഡിയലിസത്തിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? The reality of ideas in the mind rather than the material objects. അതാണ് ഐഡിയലിസം. Answer is idealism. Next question. The practice of members of a society starts deviate from the values we follow is value dash. The practice of members of a society starts deviating from the values we follow is called crisis. The practice of members of society starts deviating from values we follow, values called crisis. Right? The third question is, an education system that facilitates scientific progress system that facilitates scientific progress, that is realistic education. That is realistic education. ഓർമ്മിക്കണം, റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ. നിങ്ങൾക്കറിയാം, ഐഡിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ ഐഡിയാസ് ഇൻ മൈൻഡാണ് നോക്കുക. നാച്ചുറലിസ്റ്റിക് അല്ല, എക്സ്റ്റൻഷൻ സത്യത്വവാദമാണ്. അപ്പോൾ അതാണ് റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An educational and pedagogical environment that provides the opportunity to question the relationship between theory and practice. An education pedagogical environment that provides opportunity to question the relationship between theory and practice. അതാണ് ക്രിട്ടിക്കൽ പെഡഗോജി. പൗലോ ഫ്രയറിൻ്റെ ക്രിട്ടിക്കൽ പെഡഗോജിയാണ് അത്. എന്താണത്? ഒരു പെഡഗോജിക്കൽ എൻവയൺമെൻറ്റ് ഉണ്ടാക്കും. അതിൽ ദ ചൈൽഡ് ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു ക്വസ്റ്റ്യൻ ദ റിലേഷൻ ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ്. ദറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ പെഡഗോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Montessori method suggests that children learn best in an environment that has been prepared to enable them to do things for themselves. Montessori was the founder of kindergarten method. അതിലേതാണ് ശരി? കിൻഡർഗാർട്ടൻ മെത്തേഡിൻ്റെ ആള് ആരല്ല? മോണ്ടിസോറി അല്ല, ഫ്രോബലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. Answer is only one. Montessori suggests that children learn best in environment that has been prepared to enable them to do things for themselves. ഏതാണ് ആൻസർ? എ ഓൺലി ആണ്. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഇറോഷൻ ഓഫ് ട്രഡീഷണൽ വാല്യൂസ് ഓഫ് എ സൊസൈറ്റി. ഒരു പരമ്പരാഗതമായ മൂല്യങ്ങൾ ഇറോഷൻ നടക്കുന്നു, ഒളിച്ചു പോകുന്നു. Or a situation when there is little balance between traditional values and modern values is known as
വാല്യൂ ക്രൈസിസ്. കണ്ടോ? The erosion of traditional values of society or a situation when there is little balance between traditional values and modern values is known as crisis. എന്താണ് ക്രൈസിസ്? അടുത്ത ചോദ്യം. മാച്ച് ദ ഫോളോയിങ്. മഹാത്മാഗാന്ധി, പ്രാഗ്മാറ്റിസം. ടാഗോർ, പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. പൗലോ ഫ്രയർ, നെയിം താലിം. നമുക്കറിയാം, മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ ഓർമ്മ വരും നമുക്ക് എന്താണ്? മഹാത്മാഗാന്ധിയാണ്. നൈ താലിം. ഉണ്ടോ? ഫ്രയർ എന്ന് പറഞ്ഞാൽ അറിയാം. പൗലോ ഫ്രയർ എന്ന് പറഞ്ഞാൽ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് ആണ്. പിന്നെ ടാഗോർ ഗീതാഞ്ജലിയാണ്. അപ്പം പ്രാഗ്മാറ്റിസം ജോൺ ഡൂയി ആണ്. ജോൺ ഡൂയി പ്രാഗ്മാറ്റിസം. മഹാത്മാഗാന്ധി നൈ താലിം. പൗലോ ഫ്രയർ പെഡഗോജി ഓഫ് ദ ഒപ്രസ്. അയാൾ എഴുതിയ പുസ്തകമാണ് മർദ്ദിതരുടെ ബോധനശാസ്ത്രം. ജോൺ ഡൂയി ആണ് പ്രാഗ്മാറ്റിസത്തിൻ്റെ ആൾ. അപ്പോൾ ആൻസർ ഹിയർ ഈസ് ആണ് A3, B4, C2, D1. റൈറ്റ്. അടുത്ത ചോദ്യം. Who among the following propagated negative education? നെഗറ്റീവ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമാണ് എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത ആളാരാണ്? നിങ്ങൾക്കറിയാം, റൂസോ ആണ്. റൂസോ ആണ്. ടാഗോർ അല്ല, പ്ലാറ്റോ അല്ല, അരബിന്ദോ അല്ല. ആരാണ്? റൂസോ. ജീൻ ജാക്കസ് റൂസോ ആണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്ത ആൾ. റൈറ്റ്. അടുത്ത ചോദ്യം. നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്ത ആളാരാണ്? റൂസോ ആണ്. റൂസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് ജൈനിസം? നിങ്ങൾക്കറിയാം, മഹാവീരനാണ്. മഹാവീർ ഫൗണ്ടർ ഓഫ് ഏതാണ്? മഹാവീർ. സോറി, ഹു എമംഗ് ദ ഫോളോയിങ്, ക്വസ്റ്റ്യൻ ഇതാണ്, ഹു എമോങ് ഫോർ ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് ജൈനിസാണ്? ജൈനിസത്തിൻ്റെ പിതാവ് ആരാണ്? റാഷിബ ദേവ് അല്ല. ഏതാണ്? സ്വാമി മഹാവീർ ആണ് ഉത്തരം. മഹാവീരനാണ് ഫൗണ്ടർ, ജൈനിസത്തിൻ്റെ പിതാവ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂസ് ബിലീഫ് ഇസ് ദാറ്റ് മാൻ ഈസ് ബോൺ ബേസിക്കലി ഗുഡ് ബട്ട് സൊസൈറ്റി കറപ്റ്റ്സ് ഹിം? ആരാണ് പറഞ്ഞത്? മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഈസ് എവരിവർ ഇൻ ചെയിൻസ്. മാൻ ഈസ് ബോൺ ഇൻ ബേസിക്കലി ഗുഡ് ബട്ട് സൊസൈറ്റി കറപ്റ്റ്സ് ഹിം. റൂസോ ആണ് പറഞ്ഞത്. റൈറ്റ്. ജീൻ ജാക്കസ് റൂസോ ആണ്. റൂസോ. അടുത്ത ചോദ്യം. ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ്ഡ് ബൈ. സ്വന്തമായി പഠിക്കുക. കണ്ടില്ലേ? സ്വന്തമായി പഠിക്കണം. അല്ലെ സെൽഫ് എഡ്യൂക്കേഷൻ ഈസ് എംഫസൈസ്ഡ് ബൈ. ആരാണ് എംഫസൈസ് ചെയ്തത്? ഹു എംഫസൈസ്ഡ്? നാച്ചുറലിസ്റ്റ്. ആരാണ്? നാച്ചുറലിസ്റ്റ് ആണ്. സ്വന്തമായി പഠിക്കുക എന്ന് പറഞ്ഞത്. അത് ഓർമ്മിക്കുക ചോദ്യം. നാച്ചുറലിസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് the educational philosophy that emphasizes individual freedom, personal choice and self-direction. ഏതാണ്? സെൽഫ്-ഡിറക്ഷൻ. ഇൻഡിവിജ്വൽ ഫ്രീഡവും പേഴ്സണൽ ചോയ്സും സെൽഫ് ഡിറക്ഷനും പറയുന്ന വിദ്യാഭ്യാസമാണ് എക്സിസ്റ്റൻഷ്യലിസം, അസ്തിത്വവാദം. ബിഹേവിയറിസം പറയുന്നില്ല, സോഷ്യൽ റീകൺസ്ട്രക്ഷൻ പറയുന്നില്ല, കൺസ്ട്രക്ഷൻ പറയുന്നില്ല. എന്താണ്? സ്വന്തം ഞാൻ എൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ആരാണ്? എക്സിസ്റ്റൻഷ്യലിസമാണ്. കിർക്കിഗോർ എന്ന് പറയുന്ന ഒരു ഡാനിഷ് ചിന്തകനാണ് തുടങ്ങിയത്. അടുത്ത ചോദ്യം സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: the term that has been used to express the idea that people throughout the world are interconnected through the use of new media technologies. എന്താണ്? അതാണ് the term that has been used to express the idea that people throughout the world are interconnected through
the use of new technologies is called global village. അതാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ടെക്നോളജിയിലൂടെ ലോകം മുഴുവൻ ഒന്നായി മാറുന്നു. അടുത്ത ചോദ്യം. The process of molding and shaping the personality of human is called, അതാണ്. The process of molding, shaping personality of human is called, എന്താ പറയുന്നതിന്? സോഷ്യലൈസേഷൻ എന്നാ പറയുക. The process of molding and shaping personality of human is called socialization. എന്താ പറയുക? Socialization. It is called socialization. Next question. The changes in family, social, economic, political, other situations that occur between two generations known as, the changes in family, social, economic, political, other situations that occur between two generations is known as, എന്താണ്? Intergenerational. Called intergenerational. അടുത്ത ചോദ്യം. The desire to avoid cultural change is known as, the desire to, അതാണ്, the desire to change, avoid cultural change is known as cultural inertia, not cultural lack, cultural inertia. Then select the correct statements. Education system should be isolated from society and culture. Education system should be isolated from society and culture. Education has no role in balancing the socio-economic framework of the country. Education is a powerful medium of social change. Without any discrimination, every person should be an equal opportunity for education. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇത് രണ്ടും കറക്റ്റാണ്, ഇത് രണ്ടും തെറ്റാണ്. Education is a powerful medium of social change. Without any discrimination, every person should be an equal opportunity for education. ഏതാണ്? Answer is 3 and 4. Okay. അടുത്ത ചോദ്യം. Identify the statement which best reflects the cultural lag in the context of education and society. Cultural lag എന്താണ്? Cultural lag is എന്താണ്? Curriculum development always precedes social changes. Cultural lag റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? Education systems adapt instantly to cultural shifts. Cultural values change faster than the educational system can respond. ഇതാണ് ആൻസർ. Cultural change, values change faster than education system can respond. അടുത്ത സൈക്കോളജി ഫൗണ്ടേഷൻ ചോദ്യമാണ്. Match the following: conditioning theory, hierarchy of learning, insight learning, self-actualization. നിങ്ങൾക്കറിയാം, കണ്ടീഷൻ തിയറി ആകുമ്പോൾ ഇവാൻ പാവ്ലോവ് ആണ്. ഹയറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നെയാണ്. അപ്പം നിങ്ങൾക്കറിയാം B4, A ആണെങ്കിൽ 3, ഇത് രണ്ടും ശരിയാണ്. പിന്നെ C ഇൻസൈറ്റ് ലേണിംഗ് ആണെങ്കിൽ ഗസ്റ്റാൾട്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ കാൾ റോജേഴ്സ്. സോ ആൻസർ ഈസ് C ഈസ് ദ ആൻസർ. നിങ്ങൾക്കറിയാം ആൻസർ പഠിക്കണത് ഏതാണ്? ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയാണ്, പാവ്ലോവ് ആണ്. ഹയറാർക്കിയൽ ഓൺ റോബർട്ട് ഗാഗ്നെയാണ്, B4 ആണ്. പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് ഗസ്റ്റാൾട്ട് സൈക്കോളജിയാണ്, ഇൻസൈറ്റ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ കാൾ റോജേഴ്സ് ആണ്. അപ്പോൾ D2 ആണ്. A3 ആണ്, B4 ആണ്, C1 ആണ്. സോ ആൻസർ ഹിയർ ഈസ് ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ. LAD ലാംഗ്വേജ് അക്വിസിഷൻ തിയറി ഡിവൈസ് ഡെവലപ്ഡ് ബൈ ആർക്കും അറിയാം, LAD നോം ചോംസ്കി ആണ്.
നോം ചോംസ്കി. നോം ചോംസ്കിയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എമേർജസ് ഇൻ വിച്ച് ഫോളോ സ്റ്റേജസ്? ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ഏത് സ്റ്റേജിലാണ് ഇയാൾ ജീൻ പിയാഷെയുടെ പ്രീ ഓപ്പറേഷണൽ സെൻസറി മോട്ടോർ ഉണ്ട്? ഏതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എമേർജസ് ഇൻ വിച്ച് ഫോളോ? അത് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ തിയറിയിലാണ്. പ്രീ ഓപ്പറേഷണൽ തിയറി. Then next one is, which of the following does not belong to three main concepts related to cognitive development outlined by Vygotsky? അതാണ് cognitive. Which of the following does not belong to the three main concepts related to cognitive development outlined by Vygotsky? ഉണ്ടോ? കൾച്ചർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് പറഞ്ഞ കാര്യമാണ്. കൾച്ചർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് വൈഗോട്സ്കി പറഞ്ഞത് ശരിയാണ്. ലാംഗ്വേജ് ഈസ് ദ റൂട്ട് ഓഫ് കൾച്ചർ കറക്റ്റാണ്, വൈഗോട്സ്കി തിയറിയാണ്. ഇൻഡിവിജ്വൽസ് ലേൺ ആൻഡ് ഡെവലപ്പ് വിതിൻ ദർ റോൾ ഇൻ ദ കമ്മ്യൂണിറ്റി, അതും ശരിയാണ്. ഇൻഡിവിജ്വൽസ് ലേൺ വിതിൻ ദർ റോൾ ആൻഡ് കമ്മ്യൂണിറ്റി, ഇതും ശരിയാണ്. ഡസ് നോട്ട് ബിലോങ്, സ്റ്റുഡൻസ് വിൽ നോട്ട് ലേൺ വെൻ ദേ റിസീവ് ഗൈഡൻസ്. ഇതാണ് ആൻസർ. ഹിയർ ഈസ് students will not learn when they receive guidance. അടുത്ത ക്വസ്റ്റ്യൻ. Who proposed a two-factor theory of intelligence? അറിയാം ഞങ്ങൾക്ക്. two-factor intelligence സ്പിയർമാൻ തിയറിയാണ്. two-factor theory of intelligence by സ്പിയർമാൻ. അതാണ് സ്പിയർമാൻ തിയറിയാണ്, two-factor theory. അടുത്ത ചോദ്യം. Match the following list 1 to 2. Model of intellect, multiple intelligence, multi-factor theory, emotional intelligence. നമുക്കറിയാം മോഡൽ ഇൻ്റലക്റ്റ് ആരാണ്? മോഡൽ ഇൻ്റലക്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അത് ഗാർഡനറാണ് അല്ലേ? B4 ഹൊവാർഡ് ഗാർഡനറാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ആരാണ്? മോഡൽ ഇൻ്റലക്റ്റ് ഗിൽഫർഡ് ആണ്. പിന്നെ മൾട്ടി ഫാക്ടർ തിയറി ഉണ്ട്, മൾട്ടി ഫാക്ടർ തിയറി അത് ഏതാണ്? അത് നോക്കാം നമുക്ക്. മൾട്ടി ഫാക്ടർ തിയറി ആൻസർ അതിൽ മോഡൽ ഇൻ്റലക്റ്റ് ഗിൽഫോർഡ്, മോഡൽ ഇൻ്റലക്റ്റ് ഗിൽഫോർഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനർ. B4. A2 C ആണ്. മൾട്ടി ഫാക്ടർ തിയറി തോൺടൈക്ക് C1. ഇമോഷൻ ഇൻ്റലിജൻസ് ആരാണ്? ഗോൾഡ്മാൻ D3. അപ്പോൾ B4 C1 D3 A2 ഇതാണ് ആൻസർ. കണ്ടില്ലേ? ആൻസർ ഹിയർ ഈസ് A2 B4 C1 D3. ഇത് ഓർമ്മിക്കണം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം. എ സൈക്കോളജിക്കൽ തിയറി ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ഡിറ്റർമിൻഡ് ബൈ എ സെറ്റ് ഓഫ് സ്റ്റാബിൾ ക്യാരക്ടറിസ്റ്റിക്സ് that are consistent over time. അതാണ് that are consistent over time. അതാണ് a psychology theory that states that a person's personality determined by a set of stable characteristics that are consistent over time. അതാണ്. അത് ഏത് തിയറി എന്നാണ് പറയുന്നത്? ഇതൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്, കുറച്ച് പ്രയാസം ഉണ്ടാവും. രണ്ട് ചോദ്യം, ഇത് രണ്ടും അല്ല. ടൈപ്പ് അപ്രോച്ച് ആണോ ട്രേറ്റ് അപ്രോച്ച് ആണോ എന്നുള്ള പ്രശ്നം. ഇവിടെ എന്താണ്? എ സൈക്കോളജിക്കൽ തിയറി ദാറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ഡിറ്റർമിൻഡ് ബൈ എ സെറ്റ് ഓഫ് സ്റ്റാബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ കൺസിസ്റ്റന്റ് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ ട്രേറ്റ് അപ്രോച്ച് ആണ്. ആൻസർ ഹിയർ ഈസ് ട്രേറ്റ് അപ്രോച്ച്, നോട്ട് ടൈപ്പ് അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ. ഹിസ്റ്ററി
and policies of education. The centrally sponsored scheme of the Ministry of Human Resource Development for the development of secondary education. നിങ്ങൾക്കറിയാം, സെക്കൻഡറി എഡ്യൂക്കേഷൻ RMSA ആണ്. SSA ഉണ്ട്, റൂസ് ഉണ്ട്, അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനാണ്. ഏതാണ്? RMSA. അടുത്ത ചോദ്യം, the agency in Kerala which provides advice to the Ministry of Higher Education and training on all higher education aspects on request and promote a system of quality assurance for all higher educational institutions. ഏതാണ് സ്ഥാപനം? An agency which provides advice to Ministry of Education and training on all higher education aspects on request and promote a system of quality. അതാണ് CMAT. അല്ല, കേരള സ്കൂൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ്. CMAT അല്ല, കേരള സ്കൂൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ആണ്, KSHEC ആണ്. കേരള ഹയർ എഡ്യൂക്കേഷൻ KSHEC ഓർമ്മിക്കുക. അടുത്തത്, NEP mainly focus on encouraging irritated group of children to attain quality higher education, make India a global knowledge superpower, closing down of schools which have deficient infrastructure facilities, rigid education system for retaining Indian cultural. ഏതാണത് ആൻസർ? ആൻസർ ഈസ് മേക്കിംഗ് ഇന്ത്യ എ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ. ഇതാണ് മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ. അടുത്തത്, NUPA, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഈസ് അസോസിയേറ്റ് വിത്ത് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആണ്. NUPA, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഡൽഹി. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ വാസ്. ഏതാണ്? ആദ്യത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഡോക്ടർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ബൈ ഡോക്ടർ രാധാകൃഷ്ണൻ. അടുത്തത്, our secondary education remains the weakest link in educational machinery. This statement was made by Mudaliar Commission. ഏട്ടാ, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് പറഞ്ഞത്, രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ല. അടുത്ത ചോദ്യം, the first national policy was promulgated by the government of India in. ഏത് വർഷമാണ്? the first national policy of education ഏതാണ്? 1968. നെക്സ്റ്റ് വൺ, select the percent GDP allocation towards the education of NEP 2020. ഏതാണ്? 6% ആണ്. നെക്സ്റ്റ് വൺ ഏതാണ്? Make the following list, one list. NPE 68, Common School System. NP 1986, Enhancing Quality of Secondary Education. RT Act 2009, Free and Compulsory Education for 6 to 14 years. RMSA, Grievance Redressal Mechanisms. അപ്പോൾ ഓർമ്മിക്കണം, ഏതാണ് ക്വാളിറ്റി നോക്കണം. എ, അതാണ് എയിൽ ഏതാണ്? അതായത് A1, B3, C2, D4. അപ്പോൾ ഇതിൽ ആൻസർ നോക്കണം, ഏതാണ് ആൻസർ? NPE 68, ഡിസ്പാരിറ്റീസ്. NPE 86, അതാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനാണ്. RTE, Enhancing Quality of Secondary Education. RMSA, Grievance and Redressal Forum. So answer is C ആണ് ആൻസർ. A1 നോക്കണം നിങ്ങൾ. A1 NP എന്താണ്? കോമൺ സ്കൂൾ സിസ്റ്റം ആൻഡ് റിമൂവിങ് ഡിസ്പാരിറ്റീസ്. B3
NB 986 ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് 6 for 4 years. RMSA ഉണ്ടോ, RT 2009 എൻഹാൻസിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. RMSA ഗ്രീവൻസ്. ഇപ്പോൾ A1, B3, C2, A4. ഇതാണ് ആൻസർ. ഇത് സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേണിലായിരിക്കും പരീക്ഷ. നിങ്ങൾ അത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. 120 ചോദ്യങ്ങളാണ്, മൈനസ് മാർക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആൻസർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ തരുന്ന ചോദ്യങ്ങൾ വളരെ വിശദമായ എക്സ്പ്ലനേഷനോട് കൂടിയതാണ്. അത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ ചെയ്യുന്നു. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.